ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് സ്പീഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നോക്കിയാലോ. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്റർനെറ്റ് സ്പീഡ് വളരെ കുറവാണ്. അതായത് 100 MB/s ഉള്ള ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 MB/s ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ചില തെറ്റിദ്ധാരണകളും ഇതിൻ്റെ അകത്തുണ്ട്. എന്തൊക്കെയാണ് ഇന്റർനെറ്റ് സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഇന്റർനെറ്റിന്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് speedtest.net എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിൽ ഗോ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കണക്ഷൻ സ്പീഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്പീഡ് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ജിയോയുടെ 5G നെറ്റ്വർക്കിലെ സ്പീഡാണ്. 1 GB/s ആണ് മാക്സിമം സ്പീഡ്. റേഞ്ച് കുറവായതുകൊണ്ട് ഈ ഒരു സ്പീഡാണ് നമുക്ക് കിട്ടുന്നത്. 273 MB/s ആണ് ഡൗൺലോഡ് സ്പീഡ്, 14 MB/s ആണ് അപ്ലോഡ് സ്പീഡ്. ഇനി ഹൈ അവൈലബിലിറ്റി ഉള്ള ഒരു സെർവറിൽ നിന്ന് നമുക്കൊരു ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് പേർക്കെങ്കിലും ഉള്ള സംശയമാണ് നേരത്തെ കണ്ട സ്പീഡ് എന്തുകൊണ്ട് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത്. ഈ ഒരു ഡൗൺലോഡ് സ്പീഡ് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ISPനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നേരത്തെ നമ്മൾ കണ്ട 273 MB/s മെഗാബിറ്റ്സ്/സെക്കൻഡും ഇപ്പോൾ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന 30 MB/s എന്നുള്ളത് മെഗാബൈറ്റ്സ്/സെക്കൻഡുമാണ്. അറിയാത്തവർക്കായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 100 MB/s ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക ഈ 100 MB/s എന്ന് പറയുന്നത് 100 MB ആയിട്ടുള്ള ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ 1 സെക്കൻഡ് മതി എന്നായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. നമ്മളൊരു കണക്ഷൻ്റെ സ്പീഡ് പറയുമ്പോൾ 100 Mbps എന്നത് മെഗാബിറ്റ്സ്/സെക്കൻഡ് ആണ്. ഒരു ഡാറ്റ ഡൗൺലോഡ് ആകുമ്പോൾ നമ്മൾ കാണുന്നത് മെഗാബൈറ്റ്സ്/സെക്കൻഡ് ആണ്. അതായത് 8 ബിറ്റുകൾ ചേർന്നാണ് ഒരു ബൈറ്റ് ആവുക. അങ്ങനെ നോക്കുമ്പോൾ 100 Mbps ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് നമ്മളുടെ ഡൗൺലോഡിങ് സ്പീഡ്. അപ്പോൾ 100 MB/s കണക്ഷൻ എടുത്തിട്ടുള്ള ഒരാൾക്ക് 12.5 MB/s വരെ ഡൗൺലോഡിങ് ലഭിക്കാം. ഇത് വേരി ചെയ്യാം. നമ്മുടെ 100 MB/s കണക്ഷൻ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിരിക്കില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സെർവർ ഹൈ സ്പീഡിൽ നിങ്ങൾക്ക് ഡാറ്റ തരികയും വേണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.